ഹലോ, വെൽക്കം ടു പാറൂസ് പാൻട്രി. പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു സൈഡ് ഡിഷാണ് മസൂർ ഹോൾ ദാൽ കറിയാണ്. മസൂർ ഹോൾ ദാൽ എന്ന് പറയുന്നത് ലെന്തിൽസ് എന്ന് പറയുന്നൊരു സെക്ഷനിൽ പെട്ടതാണ്. അത് വളരെ പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു പയറുവർഗ്ഗമാണ്. ഇത് നമ്മൾ അതായത് നമ്മൾ സ്കിന്നോട് കൂടിയുള്ള ദാലാണിത്. അതുകൊണ്ട് തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആണ്. വളരെ ഈസി ആയിട്ടാണ് നമ്മളിന്നത് ചെയ്യാൻ പോകുന്നത്. അധികം മസാലയോ അല്ലെങ്കിൽ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഈസി ആയിട്ടുള്ളൊരു കറിയാണിത്. പാറൂസ് പാൻട്രി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഹോൾ മസൂർ ദാൽ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ 1 കപ്പ് മസൂർ ദാലാണ് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പുറം സൈഡ് എന്ന് പറയണത് ഒരു ആഷ് കളറും അകത്ത് ആ ദാലിൻ്റെ മസൂർ ദാൽ അറിയാമല്ലോ, ഓറഞ്ച് കളറുമാണ്. ഈ 1 കപ്പ് എന്ന് പറയണത് നമുക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഇച്ചിരി കൂടുതലായിട്ട് വരും. അപ്പം ഒരു ഫാമിലിക്കൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് ഈ കറി. അപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാനിത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ഡേർട്ടി ഒന്നും ഇല്ലാത്ത ദാലാണ്. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ കിട്ടണം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾ ചേർക്കേണ്ട, കാരണം ഇത് പൊടികളൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ദാൽ കുറച്ചുകൂടെ ഒന്ന് ബ്ലാക്ക് കളറായി പോകും. അപ്പോൾ നമുക്ക് ഇത് ഈ ദാൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദാൽ മാത്രം ഇട്ടിട്ട് 2 വിസിൽ അടുപ്പിക്കാം. ഓക്കെ, ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. 2 വിസിൽ മതി, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. പുറമേ നിന്ന് കണ്ട ഒരു ബ്ലാക്ക് കളറാണ്, അതങ്ങനെ അടച്ച് കുറച്ച് നേരം വെച്ചുകൊണ്ടാണ്. അകത്ത് നല്ല ഒരു ഡാർക്ക് യെല്ലോ കളർ തന്നെ കേട്ടോ. ഇതിപ്പോൾ ഇതാ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഈ 2 വിസിൽ കുറച്ച് കൊടുത്താൽ ഇത് കുക്കാവില്ല കേട്ടോ. അപ്പോൾ 2 വിസിൽ വേണം. ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കോക്കനട്ട് ഓയിലോ കുക്കിംഗ് ഓയിലോ മറ്റേ വെജിറ്റബിൾ ഓയിലോ ഏതായാലും മതി. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി. ഇത് നമ്മൾ ദാലിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കുക. പിന്നെ ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ദാലിനല്ലെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ വെളുത്തുള്ളിയും ഈ സാധനങ്ങളും ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉള്ളി, ഈ ബിഗ് ഒനിയനാണ്, സവാളയാണ്. ഇത് ഞാൻ ഇതുപോലെ ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതും അല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കറിയുടെ കൂടെ, ഇത് നമ്മൾ ഒരുപാട് അങ്ങ് വഴറ്റുന്നില്ല. ഇത് കറിയുടെ കൂടെ ഇങ്ങനെ ഒന്ന് കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് ഈ സവാള. അപ്പോൾ നമുക്ക് സവാള ഒരിച്ചിരി ഉപ്പൂടൊക്കെ ഇട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റണ്ട, വളരെ കുറച്ച് അതൊന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ മെയിനായിട്ട് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതായാലും എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ഇത്തിരി മസാല. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മസാലയാണ് എടുത്തിരിക്കുന്നത്. അത് ഗരം മസാലയോ പിന്നെ ചിക്കൻ മസാലയോ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് കായം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മസാലയായാലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ, ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇതൊന്ന് ഫ്രൈ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഫ്രൈ ആയിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ദാൽ പിന്നെ കുക്കായി പോവും. പിന്നെ നിങ്ങളിപ്പം വിസിലടിച്ചപ്പോഴേ 3 വിസിലൊക്കെ ആയെങ്കിൽ അപ്പോൾ അത് ഓവർ കുക്കായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. ഇതിപ്പം നമ്മൾ 2 വിസിൽ വെച്ചിട്ട് കറക്റ്റായിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാൻ കണ്ടോ, എല്ലാം ഇങ്ങനെ ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. ദാലൊന്നും മിക്സായി പോയിട്ടില്ല. അപ്പം ഇതുപോലെ 2 വിസിൽ അടിച്ചാണെങ്കിൽ കുക്ക് ചെയ്യുന്നെങ്കിൽ ഒരു കപ്പ് വെള്ളമൊക്കെ, പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ അടച്ചൊന്നും വെക്കുന്നില്ല, അല്ലാതെ തന്നെ ഈ മസാലയൊക്കെ ഈ ദാലിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പം തിളയ്ക്കുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ ദാലിൽ നന്നായിട്ട് പിടിച്ച് ശരിയായിക്കോളും. ഇനിയിപ്പം ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഇത്തിരി ലൂസായിരിക്കുന്നതിനാണ് നല്ലത് കേട്ടോ. കാരണം നമ്മളിത് തണുപ്പിക്കാൻ വെക്കും, കുറച്ച് തണുത്തൊക്കെ കഴിഞ്ഞ് കറി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടായിരിക്കും അതിൻ്റെ ഗ്രേവി. പല രീതിയിൽ ഇത് വെക്കാം. ഇത് ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയും വെജിറ്റബിൾ റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീര റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തി, നാന്, അപ്പം ഏതാണെങ്കിലും നല്ലതാണ്. ഇത്രയുള്ള കറി ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. ഓക്കെ, നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അത് കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് അങ്ങ് ലൂസൊന്നും അല്ല, ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ കറക്റ്റാണ്. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് എന്നും ഒരു പ്രശ്നമാണ് നമ്മുടെ ഡിന്നറിൻ്റെ ചപ്പാത്തിയുടെയൊക്കെ ഒരു സൈഡ് ഡിഷ് എന്ന് പറയണത്. അപ്പം ഏതെങ്കിലും ഒരു മടിയുള്ള ദിവസം അല്ലെങ്കിൽ വയ്യാത്തൊരു ദിവസം പുറത്തുനിന്ന് ചപ്പാത്തി വാങ്ങിച്ചാലും നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന കറിയാണ്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.